രാജ്യത്തെ പല ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ലവ് ജിഹാദ് ഒരു ക്രൈമാണ്. നാളെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ലവ് ജിഹാദ് ഒരു ക്രൈമായിട്ടെടുക്കും. അതിനകത്തൊരു സംശയമില്ല. ഇത് എൻ്റെയും BJP കേരളത്തിൽ വന്നാൽ ലവ് ജിഹാദ് ക്രൈമായിട്ട് കൊണ്ടുവരും. ഞങ്ങളിന്ന് ആവശ്യപ്പെടുന്നത് ലവ് ജിഹാദ് ഒരു ഒഫീഷ്യലായിട്ടുള്ള നിയമനിർമ്മാണം ലവ് ജിഹാദിനെതിരെ വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ മുഴുവൻ നടക്കേണ്ട ഒരു ബോധവൽക്കരണമാണ്. അത് ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങൾക്കും ഇടയിലേക്ക് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം നുരഞ്ഞിറങ്ങുകയാണ്. അതിന് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ കേരളത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു കഴിഞ്ഞു. അതിനെ ഇവിടെ പ്രതിരോധിക്കുവാൻ, അതിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ, അതിനെ നിയമനിർമ്മാണത്തിലൂടെ ഇതിനെ തടയിടുവാനൊക്കെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നേ മതിയാവും. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ മരണം അത് BJP ലവ് ജിഹാദ് ആണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഈ വിഷയം? BJP അല്ല, ലവ് ജിഹാദാണ്. BJP വിശ്വസിക്കേണ്ട കാര്യമില്ല. നാട്ടിലെ എല്ലാവരും അത് മനസ്സിലാക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം BJP ജനങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. കാരണം എന്താണ് ഈ ലവ് ജിഹാദ്? ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ മതം മാറ്റത്തിനെ മനസ്സിൽ കരുതിക്കൊണ്ട് പ്രണയം നടിച്ച് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, അഥവാ പ്രണയം നടിച്ച് പെൺകുട്ടികളെ കൊണ്ടുപോവുക, പൊന്നാനി കൊണ്ടുപോവുക, മതം മാറ്റുക. ഇതാണ് ലവ് ജിഹാദ്. അതാണല്ലോ അവിടെ നടന്നത്. പ്രണയമുണ്ട്, മതം മാറ്റമുണ്ട്, പൊന്നാനി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിനെ സമ്മതിക്കാതെ വന്നപ്പോൾ മർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥതലങ്ങളിലും അത് ലവ് ജിഹാദ് എന്ന് ഈ നാട്ടിലെ ഹിന്ദു സംഘടനയും ക്രൈസ്തവ സംഘടനയും BJPയും പറയുന്ന പരിപ്രേക്ഷ്യം, ആ പരിപ്രേക്ഷ്യത്തിന് ഇണങ്ങുന്ന കേസാണ്. അപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിന് വർഷങ്ങളായിട്ട് BJP നിരന്തരമായിട്ട് ഒരുപാട് തെളിവുകളായിട്ട് മുന്നോട്ട് വെച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഈ കോതമംഗലം വിഷയം അടക്കം. പക്ഷേ ഇതിനൊരു പരിഹാരം എന്നോണം നമ്മൾക്ക് ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഇതിനൊരു കൃത്യമായിട്ടൊരു നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? രാജ്യത്തെ പല ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ലവ് ജിഹാദ് ഒരു ക്രൈമാണ്. നാളെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ ലവ് ജിഹാദ് ഒരു ക്രൈമായിട്ടെടുക്കും. അതിനകത്തൊരു സംശയമില്ല. ഇത് എൻ്റെയും BJP കേരളത്തിൽ വന്നാൽ ലവ് ജിഹാദ് ക്രൈമായിട്ട് കൊണ്ടുവരും. ഞങ്ങളിന്ന് ആവശ്യപ്പെടുന്നത് ലവ് ജിഹാദ് ഒരു ഒഫീഷ്യലായിട്ടുള്ള നിയമനിർമ്മാണം ലവ് ജിഹാദിനെതിരെ വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അവസാനമായിട്ട് ഈ പെൺകുട്ടിയുടെ ഈ ഒരു കേസ് ഇത് NIA ഏറ്റെടുക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നുണ്ട്. അത് നടപ്പിലാകാനുള്ള സാധ്യതയുണ്ടോ? എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂടെയുണ്ട്, ഒപ്പമുണ്ട് എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആ കുടുംബത്തിൽ ഞങ്ങൾ ഒപ്പം നിന്നുകൊണ്ട് അതിനുള്ള ശ്രമം നടത്തും. അതിനകത്ത് തീവ്രവാദി എലമെൻ്റ് ഉണ്ട് എന്നുള്ളത് സംശയമില്ല. പക്ഷെ അത് പോലീസാണ് പറയേണ്ടത്. പോലീസ് ഒത്തുകളിക്കുമ്പോൾ അതിന് കുറേ തടസ്സങ്ങളുണ്ട്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ട് ഈ വാദം ഉന്നയിക്കുന്നു. ചേട്ടാ നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ ഈ കോതമംഗലം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ ഇതിൻ്റെ യാഥാർത്ഥ്യ വശങ്ങളെ സംബന്ധിച്ച് അവരൊന്ന് ബോധവൽക്കരിക്കാനായിട്ട് BJPക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ BJP ഇപ്പോഴൊരു ഹിന്ദുത്വ പാർട്ടി എന്നുള്ള നിലയിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്? കേരളത്തിൽ മാത്രം BJP അത്തരത്തിൽ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം കേരളത്തിൽ മാത്രം നടക്കുന്നുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളും എടുത്ത് നോക്കി ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ എല്ലാ സമുദായത്തിൽപ്പെടുന്നവർ BJPയിലുണ്ട്. കേരളത്തിൽ ആണ് BJPയെ ഈ വർഗീയ ശക്തിയായി ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നത്. ഇപ്പോൾ UP എടുത്ത് നോക്ക്, നമ്മുടെ നേതൃനിരയിൽ വലിയ ശതമാനം മുസ്ലിം സഹോദരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ വഴിക്ക് നടന്നു. പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായ ധാരണ എല്ലാ സമുദായങ്ങൾക്കിടയിലും കൃത്യമായിട്ടുണ്ട്. പക്ഷേ അത് തുറന്നു പറയുവാൻ ഇത്തരത്തിലുള്ള സമ്മർദ്ദ ശക്തികൾ വലിയ ശക്തിയായി കേരളത്തിൽ മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിൻ്റെ കോൺഗ്രസിനെയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അവരെ നിയന്ത്രിച്ച് ചൊൽപ്പിടിക്ക് നിർത്താൻ കഴിയുന്ന രീതിയിലേക്ക് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നിരിക്കുന്നു. അതിൻ്റെ ഫലമാണിതും. ഇപ്പോൾ ഈ കേസിൻ്റെ മുമ്പ് നിങ്ങൾ ചോദിച്ച പോലെ ഇതിൻ്റെ NIA എലമെൻറ്റ്, ആ എലമെൻറ്റ് പറയേണ്ടത് പോലീസാണ്. ഇതിനകത്ത് തീവ്രവാദ സാന്നിധ്യം ഞങ്ങൾ സംശയിക്കുന്നു. അവർക്ക് NIAക്ക് റെഫർ ചെയ്താൽ NIA കൃത്യമായിട്ട് അന്വേഷിക്കാം. പക്ഷേ NIA നേരിട്ട് ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ എവിടെയും തീവ്രവാദ എലമെൻറ്റുകൾ ഇല്ലാതെ NIAക്ക് അത് എടുക്കാൻ പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് NIA അന്വേഷിക്കേണ്ട എലമെൻറ്റുകൾ ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ കാര്യത്തിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇതൊരു ക്ലീൻ കേസാണ്. എല്ലാ എവിഡൻസുകളും ഉള്ള ഒരു ലവ് ജിഹാദാണ്. അപ്പോൾ അതിനെ ഞങ്ങൾ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നു.
ഇതിനകത്ത് എടുക്കേണ്ട നിയമ നടപടികളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചനകൾ നടത്തുന്നുണ്ട്. ഒരു കാരണവശാലും ആ പെൺകുട്ടിയുടെ മരണം, ആ പെൺകുട്ടിയുടെ മകനെ ഒരു ആത്മഹത്യ എന്ന് ഞാൻ വിശേഷിപ്പിക്കില്ല. കാരണം അതൊരു ജീവത്യാഗമാണ്. അത് ഇനി ഈ നാട്ടിൽ ഇത്തരത്തിലൊരു മരണം ഉണ്ടാകാതിരിക്കാൻ, ഇത്തരത്തിൽ നൂറുകണക്കിന് പെൺകുട്ടികൾ വാടക ഗർഭപാത്രങ്ങളായി മാറാതിരിക്കാൻ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ISIS എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തിലേക്ക് പോയ 2 ക്രിസ്ത്യൻ പെൺകുട്ടികളുണ്ടായിരുന്നു. ഒന്ന് എറണാകുളം സ്വദേശിയായിട്ടുള്ള മെറിൻ സെബാസ്റ്റ്യൻ, 2 പന്തളം സ്വദേശിയായിട്ടുള്ള സോണിയ സെബാസ്റ്റ്യൻ. ഈ 2 പെൺകുട്ടികളും ഇതുപോലെ ISISന്റെ ക്യാമ്പിലേക്ക് മതം മാറിപ്പോയ ആളുകളാണ്. അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ലവ് ജിഹാദാണെന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ഈ വിഷയത്തിൽ, അവസാനമായിട്ട് കോതമംഗലം വിഷയത്തിലടക്കം ഒരു ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരാതിൻ്റെ കാരണം എന്തായിരിക്കും? സഭകൾക്ക് പല സമുദായങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ പെൺകുട്ടി യാക്കോബായ സമുദായത്തിൽപ്പെടുന്നത്. അപ്പം അവരുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസ് വരെ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഒരു സ്വതന്ത്ര സംഘടനയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷനകത്ത് കൃത്യമായി രേഖപ്പെടുത്തി. പക്ഷേ അതാത് സമുദായങ്ങളിൽ നിന്നും കൃത്യമായി ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം മുമ്പോട്ട് വെക്കാതെ മറ്റ് സമുദായങ്ങൾ ഇടപെടില്ല. അത് സ്വാഭാവികമാണ്. ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ആ സമുദായം ശക്തമായ നിലപാടെടുക്കാത്തതെന്ന് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ നടക്കുന്ന പ്രതിഷേധം അത് ഇതിൽ മാത്രം ഒതുങ്ങുമോ, അല്ലെങ്കിൽ ഭാവിയിലേക്ക് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ ഇതിലൊരു ബോധവൽക്കരണം നടത്താൻ BJPയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ന്യൂനപക്ഷ മോർച്ചയുടെ ഭാഗത്ത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് കേരളത്തിൽ മുഴുവൻ നടക്കേണ്ട ഒരു ബോധവൽക്കരണമാണ്. അത് ക്രൈസ്തവ സഭയ്ക്ക് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങൾക്കും ഇടയിലേക്ക് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം നുരഞ്ഞിറങ്ങുകയാണ്. അതിന് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ കേരളത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു കഴിഞ്ഞു. അതിനെ ഇവിടെ പ്രതിരോധിക്കുവാൻ, അതിനെ നിയന്ത്രിക്കുവാൻ, നിയന്ത്രിച്ച് നിർത്തുവാൻ, അതിനെ നിയമനിർമ്മാണത്തിലൂടെ അതിനെ തടയിടുവാനൊക്കെ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നേ മതിയാകൂ. ആ വലിയ വിപത്തിനെ തടയാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ കഴിയൂ. ഞങ്ങൾ എടുക്കുന്ന ഈ നിലപാട് മറ്റാർക്കും എടുക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ഇവരുടെ വോട്ട് വേണം, ഞങ്ങൾക്ക് ഇവരുടെ വോട്ട് വേണ്ട. ഈ രാജ്യത്തെ സ്നേഹിക്കാത്ത ഒരു ശക്തികളുടെയും വോട്ട് മേടിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ടതാണ്. അവസാനമായിട്ട് ഈ കോതമംഗലത്തെ പെൺകുട്ടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അവരുടെ കുടുംബമടക്കം വർഷങ്ങളായിട്ട് UDFനും LDFനും മാറി മാറി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഇത് ഒരു രാഷ്ട്രീയ വിഷയം എന്നുള്ളതിന് ഉപരിയായിട്ട് അവരുടെ സമൂഹത്തിൻ്റെ ഭാവിയിലേക്കുള്ളൊരു നിലനിൽപ്പിൻ്റെ വിഷയമായിട്ട് കാണാൻ സാധിക്കില്ലത്. അല്ല, ഇനിയും ബോധ്യപ്പെടാത്തൊരു സമൂഹം ഇവിടെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇനിയും ബോധ്യപ്പെടാത്ത സമൂഹത്തിന് അവർക്ക് ബോധ്യപ്പെട്ട് വരുമ്പോൾ പിന്നെ ഇത് കയ്യിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും. ആ തിരിച്ചറിവ് അവർക്കുണ്ടായാൽ അത്ര നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ 1947 ഇന്ത്യ പിടിച്ചെടുക്കാൻ SDPI ടാർജറ്റ് ഇട്ട്. ടാർജറ്റ് ഇട്ടവരൊക്കെ അകത്ത് പോയി. പക്ഷേ കേരളത്തിൽ ആ ടാർജറ്റ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കേരളത്തിൽ നിന്നും വലിയ രീതിയിൽ തീവ്രവാദ പ്രവർത്തനത്തിന് ഫണ്ട് സ്വരൂപിക്കുന്നു. ഏതാ CDMൽ ഡിപ്പോസിറ്റ് ചെയ്യാവുന്ന ആളുകളെ ഇന്ന് ക്യാഷ് മേടിക്കുകയാണ്. ഇത് കേരളത്തിൽ നടക്കുക കഴിഞ്ഞ 2 മാസമായി കോടാനുകോടികൾ ഒരു ATMൽ നിന്നും 30 ലക്ഷം രൂപ 40 ലക്ഷം രൂപ ഒരു ATMൽ നിന്ന് ഇവർ കളക്ട് ചെയ്യുന്നത്. പെരുമ്പാവൂര്, ഇരാറ്റുപേട്ട, കാഞ്ഞിരപ്പള്ളി. ഇതൊന്നും അന്വേഷിക്കാൻ ഇവിടെ ആരില്ല, ഇതൊന്നും പറയാൻ ഇവിടെ ആളില്ല. സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറിയാൻ മേലാഞ്ഞിട്ടാണോ? എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ തെളിവുണ്ടല്ലോ. അവസാനമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ DGP പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം അദ്ദേഹം ചാർജ് എടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു നിലപാടുണ്ടായിരുന്നു. കേരളത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രചരിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു ഭീകരവാദ പ്രവർത്തനമൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് മേധാവി നമ്മുടെ കേരളത്തിൽ ഉള്ള സമയത്ത് ഇതുപോലെയുള്ള വിഷയങ്ങൾക്കൊരു നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അയാളും അതിൻ്റെ വീതം കൈപ്പറ്റുന്നുണ്ടാവും. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും തീവ്രവാദ പ്രവർത്തനം കേരള സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ അയാൾ അതിൻ്റെ വീതം കൈപ്പറ്റുന്നുണ്ട്. അതാണ് BJPയുടെ അഭിപ്രായം. അല്ലാതെ പിന്നെ ഇവിടെ ഇതില്ല എന്ന്, ഇത് റിട്ടയർ ചെയ്തിട്ടുള്ള എല്ലാ DGPമാരും ഇതിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഏതെങ്കിലും ആ സ്ഥാനത്തിരിക്കുമ്പോൾ പിണറായി വിജയനെ പിടിച്ചിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇയാളും റിട്ടയർ ചെയ്തിട്ട് അയാളും പറയും ഇതുണ്ടെന്ന്. ഇപ്പം പറയാൻ പറ്റില്ല.